ഇന്ന് ഡിസംബർ 2. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. സാക്ഷരതാ ദിനം എന്ന പോലെ കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന ഒരു ദിനം. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയായ NIIT ആണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന ആശയം മുന്നോട്ട് വച്ചത്. വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠന മികവും വളർച്ചയുമാണ് ഈ ദിനത്തിലൂടെ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടത്. എഴുത്തും വായനയും എന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള അറിവുണ്ടെന്ന് സൂചിപ്പിക്കാനുള്ള പദമാണ് കമ്പ്യൂട്ടർ സാക്ഷരത. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇമെയിൽ തയ്യാറാക്കുക, ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ പ്രാപ്തരായവരെയാണ് കമ്പ്യൂട്ടർ സാക്ഷരരായി സാങ്കേതിക ലോകം വിലയിരുത്തുന്നത്. കമ്പ്യൂട്ടറിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്ന കാലത്ത് എല്ലാവരെയും അതിന് പ്രാപ്തരാക്കുക എന്നതാണ് ഇങ്ങനെയൊരു ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഇന്ന് കമ്പ്യൂട്ടർ. യുവതലമുറ മാത്രമല്ല, ഒരു 90% അധികം ആളുകളും ഇന്ന് പല വിധത്തിലും ജോലിക്കോ അല്ലാതെയോ കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുന്നവരാണ്. ഇൻ്റർനെറ്റിൻ്റെ വരവോടെ കമ്പ്യൂട്ടർ ഉപയോഗം 10 മടങ്ങിൽ കൂടുതലായി ഇരട്ടിച്ചിരിക്കുകയാണ്. പലരുടെയും ജോലിഭാഗം തന്നെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ദിവസത്തിൻ്റെ ഏറെ ഭാഗവും കമ്പ്യൂട്ടറിന് മുന്നിൽ ചെലവഴിക്കുന്നവരായിരിക്കും ഏറെയും. കൂടാതെ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് വർക്ക് ഫ്രം ഹോം, വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയവ കമ്പ്യൂട്ടർ ഉപയോഗം വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇന്ന് TV-യേക്കാൾ അധികമായി ആളുകൾ വിനോദത്തിനും അറിവിനും ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിനെയാണ്. കമ്പ്യൂട്ടർ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കുക എന്നത് ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞു. താങ്ക് യു.